ലാസ്റ്റ് അല്ലേ? ഓർമ്മയുണ്ട് എന്തൊക്കെയാ അതിൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് നോക്കിയെന്നുള്ളത്? ബേസ് സർക്കിൾ, പ്രൈം സർക്കിൾ, പിച്ച് പോയിന്റ്, പ്രഷർ ആംഗിൾ അല്ലേ? അല്ലെ, ഓർമ്മയുണ്ടോ? ഓക്കെ. യെസ്റ്റർഡേ ഞാൻ നിങ്ങളെ നോട്ട്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, വാട്സപ്പും ചെയ്തിട്ടുണ്ട്. പിന്നെ ഐ ഹാവ് അപ്ലോഡഡ് ദ സെയിം തിങ് ഇൻ ലിൻവേസ് ഓൾസോ. നിങ്ങൾ നോക്കിയിരുന്നോ? ഹാവ് യു ഡൗൺലോഡഡ് ആൻഡ് വെന്റ് ത്രൂ? Fine. So all those descriptions with figures are given in your notes which I have shared with you. Fine. So now that will complete our second module, and let us start the third module. See, starting initiation of the third module is simply the continuation of second itself. Now what we have learned in the final part of the second module was the fundamentals related to camps and followers. Now what we are going to learn in the third module, the initial part of the third module, consists of how we are applying the learned fundamentals. For that one, initially we have to understand the nature of motion of followers as well as camps. See, the numericals will be of 10 marks each from this module, and definitely that numerical will be asking you to draw the cam profile. Now what is a cam profile basically? See, cam profile demonstrates the profile or shape that you will be obtained or that you will obtain while a cam is operating a follower. ഒരു ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത ഫോളോവർ വെൻ ഇറ്റ് റെസിപ്രൊക്കേറ്റ്സ്, ഓക്കെ, ദ പ്രൊഫൈൽ ദാറ്റ് യു വിൽ ഒബ്റ്റെയിൻ, ഏത് രീതിയിലാണ് ആ മോഷൻ പോവുക, ദാറ്റ് റിലേറ്റീവ് പ്രൊഫൈലാണ് നിങ്ങൾക്ക് ഒരു ക്യാം പ്രൊഫൈൽ വരക്കുമ്പോൾ കിട്ടാൻ പോകുന്നത്. Now while drawing the cam profile, see, ഇന്നലെ ഫണ്ടമെന്റൽ ആയിട്ട് what we have understood is the cam is the rotating object. Cam follower mechanism രണ്ട് ഒബ്ജക്റ്റ് ക്യാമും ഫോളോവറും ആണ്. So cam is the rotating link while the follower which is in contact with the cam will be always reciprocating അല്ലെ? ഒരു സിമ്പിൾ ഡിസ്ക് ക്യാം വരച്ചാൽ, if we simply draw a disk cam, if I simply draw a disk cam with a follower, specifically a knife edge follower, ഇതാണ് ബേസിക്കലി ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ അല്ലെ? Now this forms the center of the cam. ഇവിടെയാണ് ക്യാം ഷാഫ്റ്റ് ഉണ്ടാവുക. ക്യാം ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. Now ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മേലുള്ള ക്യാം റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ദിസ് ഈസ് ദ നോസ് ഓഫ് ദ ക്യാം. ഇത് അതിന്റെ റിമൈനിങ് പാർട്ട്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല, ബേസിക് സർക്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. Okay, so while the cam rotates, suppose if this is having an angular rotation in the anti-clockwise direction, ഇതിലൂടെ പാസ് ചെയ്തോ എന്താ സംഭവിക്കുക? This comes in contact with the follower. Now the follower has two guide paths within which that will be reciprocating. So ഇതിന്റെ എഡ്ജിനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇത് മേലേക്ക് പോകും അല്ലെ? പിന്നെ കറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ഇത് മേലേക്ക് പോകും. ഇന്റർമീഡിയറ്റ് ആയിട്ട് while it goes to the top side and the cam rotates to this direction, this will fall down. ഇതാണ് ബേസിക്കലി സംഭവിക്കുന്നത് അല്ലെ? സോ ഇതില് പല രീതിയിലുള്ള മോഷൻസ് when it is being executed, exactly how the nature of the working is going to be occurring, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമ്മൾ വരക്കുന്ന ഫിഗറിനെ ക്യാം പ്രൊഫൈൽ എന്ന് പറയുന്നത്, ജോമെട്രിക്കൽ ഫിഗർ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡ്രോ. സോ ടു അണ്ടർസ്റ്റാൻഡ് ക്യാം പ്രൊഫൈൽ, ബേസിക്കലി വി ഹാവ് ടു അസ്യൂം എ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്. നമ്മളിവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമും റെസിപ്രൊക്കേറ്റ് ചെയ്യുന്ന ഫോളോവർ, ഓക്കെ, എന്ന കൺസെപ്റ്റ് ഞാൻ മാറ്റിയിട്ട് വൈൽ ഡ്രോയിങ് ദ ക്യാം പ്രൊഫൈൽ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് I am going to apply a kinematic inversion. ഈ റൊട്ടേഷൻ ഓഫ് ക്യാം ഞാൻ ഫിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇത് റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നതിന് പകരം ഐ വിൽ അസ്യൂം ദ ഫോളോവർ ടു ബി റൊട്ടേറ്റിംഗ് ഓവർ ദ സർഫസ് ഓഫ് ദ ക്യാം. സർഫസ് ഓഫ് ദ ക്യാമിലൂടെ ഫോളോവർ ഇങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ഞാൻ അസ്യൂം ചെയ്യും. ദിസ് ഈസ് ബേസിക്കലി എ തിയററ്റിക്കൽ അസംപ്ഷൻ. ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ദിസ് വിൽ റൊട്ടേറ്റ് ആൻഡ് ദിസ് വിൽ റെസിപ്രൊക്കേറ്റ്. But for drawing the cam profile, what we are going to do, we are going to apply an inversion. That means inversion or we will be fixing any one of the links. So I'm going to fix my cam here, which was basically designed for rotation. Now I'm going to fix that one, and I'll assume the reciprocating follower to be moving about the surface of the cam. Clear? So the profile that we obtain, which is known as the cam profile, will be exactly related to the motion of the follower, which is being assumed to rotate about the curvature of the cam.
So this is the basic or fundamental assumption that we are going to apply while drawing or generating a cam profile. So now the question, the numerical that you will be asked will be to draw the cam profile and certain conditions will be given. കുറച്ച് കണ്ടീഷൻസ് വരും. ഇന്ന രീതിയിൽ ക്യാമും ഫോളോവർ ഉണ്ടെങ്കിൽ ഏത് രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്യാം പ്രൊഫൈൽ വരിക. നൗ അപ്പാർട്ട് ഫ്രം ഡ്രോയിങ് ദ ക്യാം പ്രൊഫൈൽ ആൻ അഡീഷണൽ ക്വസ്റ്റ്യൻ മേ ഓൾസോ കം. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ക്യാം ആൻഡ് പ്രൊഫൈൽ കോമ്പിനേഷനിൽ വാട്ട് വിൽ ബി ദ മാക്സിമം ആക്സിലറേഷൻ ഓർ അറ്റ് വാട്ട് പോയിന്റ് വിൽ ബി ദ മാക്സിമം ആക്സിലറേഷൻ, വാട്ട് മൈറ്റ് ബി ഇറ്റ്സ് മാക്സിമം വെലോസിറ്റി. ക്ലിയർ? ഇങ്ങനത്തെ അഡീഷണൽ ആയിട്ടുള്ളൊരു ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ തരാം. So while going deep into this topic, we have to understand certain classifications of the motion of follower. Follower ഏതൊക്കെ രീതിയിൽ ഈ ഒരു കോമ്പിനേഷൻ, സി കീപ് ഇപ്പൊ ഞാൻ വരച്ച ഡിസ്ക് ക്യാം ആൻഡ് സിമ്പിൾ നൈഫ് എഡ്ജ് ഫോളോവറിന്റെ ഫിഗർ യു ഹാവ് ടു ഓൾവേസ് കീപ് ഇൻ മൈൻഡ്. നൗ ആഫ്റ്റർ considering the same figure, now the follower can reciprocate or oscillate in various kinds of motion. It can execute various types of motion. That classification we have to understand initially. So let us dwell into the type of motions that a follower, ഈ reciprocate ചെയ്യുന്ന ഫോളോവറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന certain types of motions ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ടൈപ്സ് ഓഫ് മോഷൻ executed by the follower. Generally, we have 4 categorization within this. First one, the follower may execute a motion with uniform velocity. See, the reciprocating follower has only one function. Take up the rotatory motion from the cam and start reciprocation. ഈ റെസിപ്രൊക്കേറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇത് ഡിസ്പ്ലേസ്ഡ് ആവുന്നുണ്ടല്ലോ, ഒരു പൊസിഷനിൽ മറ്റൊരു പൊസിഷനിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആവുന്നുണ്ട്. സോ ഇഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഹാപ്പനിങ് ടു എ ബോഡി ഓർ എ ലിങ്ക്, ഡെഫിനറ്റ്ലി ദർ വിൽ ബി വെലോസിറ്റി. ആ ഉണ്ടാകുന്ന വെലോസിറ്റി യൂണിഫോം ആണ് എന്നതാണ് ഫസ്റ്റ് കാറ്റഗറൈസേഷൻ. നൗ സെക്കൻഡ് കാറ്റഗറൈസേഷൻ, the motion executed by the follower, the reciprocating follower, will be of simple harmonic type. Simple harmonic motion, SHM. Okay, simple harmonic motion ആയിട്ടും ആ മോഷൻ എക്സിക്യൂട്ട് ചെയ്യപ്പെടാം. നെക്സ്റ്റ്, തേർഡ് വൺ ഈസ് യൂണിഫോം acceleration and retardation. The way the motion of the follower occurs can be of a uniform acceleration then uniform retardation kind of motion. And the final classification is this follower may execute a cycloidal motion. All these 4 cases are very, very important with respect to the numerical that you are going to obtain in your university examination. Now, numerical, 10 മാർക്കിന്റെ ന്യൂമറിക്കൽ ചിലപ്പോൾ ഡയറക്റ്റ് 10 മാർക്സിന് വരാം, or else again a split up may come for 6 marks, 3 and 7 marks. ഈ സ്പ്ലിറ്റ് അപ്പ് വരാം. ഇതിൽ ഈ സ്പ്ലിറ്റ് അപ്പ് ഉണ്ടെങ്കിൽ a certain theory question ആയിരിക്കും ചോദിക്കുക. ആ തിയറി ക്വസ്റ്റൻ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ, derive the equation for maximum acceleration when a cam and follower executes simple harmonic motion. Question ഉണ്ടാവാം. സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഫോളോവറിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന മാക്സിമം ആക്സിലറേഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ മേ കം ഫോർ എനി ഓഫ് ദീസ് കൈൻഡ്സ് ഓഫ് ടൈപ്സ് ഓഫ് മോഷൻ എക്സിക്യൂട്ടഡ് ബൈ ദ ഫോളോവർ. ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായിനോ? ഹാവ് യു അണ്ടർസ്റ്റുഡ്? ക്ലിയർ അല്ലേ? സോ അണ്ടർസ്റ്റാൻഡ്, ഈ പറഞ്ഞതൊക്കെ എന്താണ്? ദീസ് ആർ ദ ടൈപ്പ് ഓഫ് മോഷൻസ് ദാറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ബൈ എ ഫോളോവർ while it is in motion or in connection with a cam. ഏതൊക്കെയത്? The follower can execute the motion with a uniform velocity,
or the follower can execute a simple harmonic motion. It can also execute a motion which has a uniform acceleration and retardation nature. Then finally, cycloidal behavior. Clear? ഇതൊന്ന് നോട്ട് ചെയ്തോ. യൂണിഫോം വെലോസിറ്റി, സിമ്പിൾ ഹാർമോണിക്, യൂണിഫോം ആക്സലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ. റിട്ടാർഡേഷന് പകരം ഡീസിലറേഷൻ എന്നും പറയാം. ആൻഡ് സൈക്ലോയിഡൽ. നോട്ട് ഡൗൺ ദ four categorizations. നോട്ട് ചെയ്തോ? Yes, sir. Okay. Now, sir, how we are going to approach this module is, I'll explain each one. And while we understand the concept of each of this type of behavior shown by the follower, the same time, simultaneously, we'll do a sample numerical, 1 or 2 sample numericals from each case. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇതെല്ലാം കൂടി ഒരുമിച്ച് ആദ്യം കൺസെപ്റ്റ് പഠിച്ചിട്ട് ഓരോന്നിനും ന്യൂമറിക്കലിന് പകരം ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇപ്പൊ യൂണിഫോം വെലോസിറ്റിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി തരും. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 2 സാമ്പിൾ ന്യൂമറിക്കൽ ചെയ്യും. Okay, then I'll move on to the second one. Is it okay with you? Okay, sir. Okay, fine. So let us start with a follower executing uniform velocity motion. Now, before going into the nature of motion, ഈ follower move ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. See, the nature of motion executed by, അല്ലെങ്കിൽ the type of motion എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോളോവറിന്റെ ട്രാൻസ്ലേഷൻ ആണ് അല്ലെ, മുകളിലേക്കും താഴേക്കും മുകളിലേക്കും താഴേക്കും. While the motion, nature of motion of the cam എന്തായിരിക്കും? ആംഗുലാർ ആണ്. That means for a certain degree rotation of the cam, there will be a certain translatory motion of the follower അല്ലെ. സോ ഇവിടെ ഡിഗ്രി അല്ലെങ്കിൽ റേഡിയൻ മോഷൻ ആണ് അല്ലെ. ക്യാം റൊട്ടേഷൻ ആണ്. സോ റൊട്ടേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? ഇത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക, ആ ഡിഗ്രി എന്ന് പറയാം, അല്ലെങ്കിൽ ആ വാല്യൂവിനെ റേഡിയൻസിൽ പറയാം. സോ ഇവിടെ ക്യാമിന്റെ റൊട്ടേഷൻ നമ്മൾ കാണിക്കുന്നത് തീറ്റ യൂസ് ചെയ്തിട്ടാണ്. തീറ്റ ക്യാൻ ബി ഇൻ ഡിഗ്രീസ്. നിങ്ങൾക്ക് ഡിഗ്രീസിൽ എഴുതാം ഓർ റേഡിയൻസിൽ എഴുതാം. ഓക്കെ. വൈൽ ഈ ഫോളോവറിൻ്റെതോ, ഫോളോവർ ആക്ച്വലി ലിഫ്റ്റ് ചെയ്യപ്പെടുക അല്ലെ. ലിഫ്റ്റ് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ സ്ട്രോക്ക് എന്ന് പറയും. സ്ട്രോക്ക് ഓഫ് ഫോളോവർ എന്ന് പറയും. ഇതിനെ ലെറ്റസ് ഡിനോട്ട് ബി യൂസിങ് എച്ച്, സ്മോൾ ലെറ്റർ എച്ച്. സോ ഈ എച്ചിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? മില്ലിമീറ്റർ, സെന്റിമീറ്റർ, മീറ്റർ എക്സെട്ര ആയിരിക്കും അതിന്റെ യൂണിറ്റ്. വൈൽ ദ റൊട്ടേഷൻ ഓഫ് ക്യാം വിൽ ബി ഗിവൺ യൂസിങ് ഡിഗ്രീസ് ഓർ റേഡിയൻസ്. ഇത് ആദ്യം മനസ്സിലാക്കുക. സോ നമ്മുടെ കൺസെപ്റ്റ് എന്താ? ഫോർ എ സർട്ടൻ റേഡിയൻ മൂവ്മെന്റ് ഓഫ് ദ ക്യാം ഓർ സർട്ടൻ ഡിഗ്രി റൊട്ടേഷൻ ഓഫ് ദ ക്യാം, ഒരു സർട്ടൻ ലിഫ്റ്റ് അല്ലെങ്കിൽ താഴോട്ടുള്ള വരവ്, ദ സ്ട്രോക്ക് വിൽ ബി എക്സിക്യൂട്ടഡ് ഫോർ ദ ഫോളോവർ. ഓക്കെ. ഈ ഫോളോവർ ലിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ താഴേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന ആലോചിച്ച്. സപ്പോസ് ഇമാജിൻ ഇതിപ്പോ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. If this is having an anti-clockwise rotation, now this will move towards this direction. ഈ പോയിന്റ് എത്തുമ്പോൾ this touches the knife edge of the follower. So ഈ പോയിന്റ് നിന്ന് ഇത് ഇത്രയും ഡിഗ്രി ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇത് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ this will be lifted upwards അല്ലെ. So at one point ഇത് അതിന്റെ മാക്സിമം ഹൈറ്റിലേക്ക് എത്തും, ആ മാക്സിമം സ്ട്രോക്കിലേക്ക് എത്തും. Stroke starts from this point and at one point of the rotation of cam this reaches to its maximum height level അല്ലെ. സോ ആ ഹൈറ്റ് ലെവൽ കഴിഞ്ഞ് ഇതിങ്ങ് മാറിക്കഴിഞ്ഞ സംഭവിക്കും, ഇത് നേരെ താഴേക്ക് വീഴുക അല്ലെ. സോ ഈ ഡിസ്റ്റൻസ്, ഈ മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്തതിനാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. സോ നേച്ചർ എങ്ങനെയാണ്? ദ ഫോളോവർ ഹാസ് എ റൈസ്, ഒരു റൈസ് ഉണ്ടാവും അല്ലെ, മേലോട്ടേക്കുള്ള ഒരു കയറ്റം ഉണ്ടാവും, റൈസ്. ഈ റൈസിനെ നമുക്ക് എസെന്റ് എന്നും പറയാം. പിന്നെ അതിനെന്താ ഉണ്ടാവും? ഒരു താഴേക്കുള്ള ഒരു വീഴ്ച ഉണ്ടാവും അല്ലെ, ഫോൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഡിസെന്റ് എന്ന് പറയാം.
മനസ്സിലാവുന്നില്ല? ഫോളോവറിന് ഒരു റൈസ് ഉണ്ടാവും, ഫോളോവറിന് ഒരു താഴേക്കുള്ള വീഴ്ച ഉണ്ടാവും, ഇല്ലേ? നൗ തിയറിറ്റിക്കലി സ്പീക്കിംഗ്, ഓക്കെ, ഒരു സർട്ടൺ ടൈം ഫ്രെയിമിലാണ് ഇത് സംഭവിക്കുന്നത്. ബിറ്റ്വീൻ ദ റൈസ് ആൻഡ് ഫോൾ, അതായത് ഈ ഫോളോവർ ക്യാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു പോയിന്റ് ഇത് ലിഫ്റ്റ് ചെയ്യപ്പെടുന്നു, ക്യാം ഇങ്ങനെ പോകുന്നവർ ഇത് മേലോട്ട് പോകും, ഇല്ലേ? ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഫോർ സർട്ടൺ ടൈം പീരീഡ്, ഒരു മൈന്യൂട്ട് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഇത് അവിടെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് എടുക്കും. ആ ഒരു സർട്ടൺ ടൈം പീരീഡ് കഴിയുമ്പോഴാണ് ഇത് താഴേക്ക് വീഴുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് താഴേക്ക് വീഴുമ്പോഴേക്കും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തും. താഴേക്ക് ഏറ്റവും ലോസ്റ്റ് പോയിന്റിൽ ഇത് വീണ് കഴിഞ്ഞാൽ വീണ്ടും ഒരു സർട്ടൺ ടൈം ഫ്രെയിം, സർട്ടൺ ഫ്രാക്ഷൻ ഓഫ് ടൈം ഇറ്റ് ടേക്സ് ബിഫോർ ഇറ്റ് അഗെയിൻസ് ലിഫ്റ്റ് അപ്പ്. മനസ്സിലാവുന്നുണ്ടോ? ആ പീരീഡിന്, ആ ഒരു കംപ്ലീറ്റ് റെസ്റ്റ്, സർട്ടൺ സ്മോൾ ടൈം ഫ്രെയിമിന്റെ കംപ്ലീറ്റ് റെസ്റ്റിന് നമ്മൾ ഡ്വെൽ പീരീഡ് എന്ന് പറയും, DWELL. സോ ഡ്വെൽ ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ റൈസ് ആൻഡ് ഫോൾ, ആൻഡ് ഈവൻ അത് സൈക്ലിക് ആയിട്ട് റൈസ് ആൻഡ് ഫോളിന്റെ ഇടയിൽ ഡ്വെൽ ഉണ്ടാവും. ദാറ്റ് മീൻസ് ആദ്യം ഒരു റൈസ് ഉണ്ടാവും, റൈസിന് ശേഷം മാക്സിമം ഹൈറ്റ് അല്ലെങ്കിൽ മാക്സിമം സ്ട്രോക്ക് ലെങ്ത് എത്തിക്കഴിഞ്ഞാൽ ദർ വിൽ ബി എ സർട്ടൺ ഡ്വെൽ, കംപ്ലീറ്റ് റെസ്റ്റ് ടൈം ഉണ്ടാവും. പിന്നീട് ഇത് താഴേക്ക് വീഴും, താഴേക്ക് വീണ് നെക്സ്റ്റ് സൈക്കിൾ ബിഫോർ, അതായത് 360 ഡിഗ്രി റൊട്ടേഷൻ ആയി, അടുത്ത റൊട്ടേഷൻ, സെക്കൻഡ് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ വീണ്ടും ഒരു ചെറിയ ഡ്വെൽ പീരീഡ് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. സോ ഈ റൈസ് ഡ്വെൽ, ഫോൾ ഡ്വെൽ, this explains the nature of displacement of the follower. ഇല്ലേ? ഡിസ്പ്ലേസ്ഡ് ആകുന്ന ഒരു ഒബ്ജക്റ്റിനാണ് നമുക്ക് വെലോസിറ്റി, ആക്സലറേഷൻ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാത്തൊരു ഒബ്ജക്റ്റ് എന്താ? ഇറ്റ് ഈസ് സ്റ്റാറ്റിക് ആണല്ലേ, ഇറ്റ്സ് അറ്റ് റെസ്റ്റ് ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ ഡിസ്പ്ലേസ്മെന്റിന്റെ നേച്ചർ എപ്പോഴും ഫോർ എനി ടൈപ്പ് ഓഫ്, നേരത്തെ പറഞ്ഞ ഏത് കാറ്റഗറിയിലെ മോഷൻ എക്സിക്യൂട്ട് ചെയ്താലും, അത് സിമ്പിൾ ഹാർമോണിക്കോ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയോ യൂണിഫോം റിട്ടാർഡേഷൻ ആക്സലറേഷനോ സൈക്ലോയിഡലോ, for whatever nature of motion that is executed by the follower, the displacement nature of the follower occurs in this order. ഒരു റൈസ് പീരീഡ് ഉണ്ടാവും, ഒരു കോൺസ്റ്റന്റ് റെസ്റ്റ് ഉള്ള ഡ്വെൽ പീരീഡ്, then there is a fall or descent, again a dwell. So ഈ 4 സ്റ്റേജ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് വൺ കംപ്ലീറ്റ് 360 ഡിഗ്രി റൊട്ടേഷൻ ഓഫ് ക്യാം സംഭവിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഈ നേച്ചർ ഓഫ് ഡിസ്പ്ലേസ്മെന്റിന് വി റെപ്രസെന്റ് യൂസിങ് എ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം. ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നേച്ചർ ഓഫ് ഡിസ്പ്ലേസ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ആ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. ഇറ്റ് വിൽ ഹാവ് an x-axis as well as x-axis as well as a y-axis. ഈ x-axis നമ്മൾ കാണിക്കാൻ പോകുന്ന എപ്പോഴും എന്താണ്? x-axis എന്തായിരിക്കും ഉണ്ടാവുക? ഇത് ക്യാം റൊട്ടേഷൻ ആണ്. ക്യാം റൊട്ടേഷൻ റേഡിയൻസ് അല്ലെങ്കിൽ ഡിഗ്രിയിൽ എനിക്ക് കാണിക്കാം. ഓക്കെ, ഞാൻ തീറ്റ എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്തു ക്യാം റൊട്ടേഷൻ. നൗ y axis, what will be its ordinate? This is abscissa and ordinate. Ordinate will be displacement. ആണ്. നൗ ഏതുമായി റിലേറ്റ് ചെയ്ത നേച്ചർ ആണ് ഞാൻ ഇനി, ആ ഏത് നേച്ചർ ഓഫ് മോഷൻ ആയാലും ഞാൻ പറഞ്ഞു എന്തൊക്കെയുണ്ടാവും? റൈസ് ഉണ്ടാവും, ഡ്വെൽ ഉണ്ടാവും, then again descent and then again a dwell. So ascent, dwell, descent and dwell. These are the 4 stages or periods that covers up the displacement of the follower. So first category നമുക്ക് എന്ത് നോക്കാം? ഫസ്റ്റ് കാറ്റഗറി നമ്മൾ പറഞ്ഞ എന്താ? ഫോളോവർ എക്സിക്യൂട്ടിംഗ് യൂണിഫോം വെലോസിറ്റി ആണ്. ഫോളോവർ എക്സിക്യൂട്ടിംഗ് uniform velocity. Let us look into the nature of displacement that happens when a follower executes a uniform velocity kind of motion. See, whatever be the categorization of motion, again the displacement will cover up only 4 stages in the same order as ascent, dwell, descent and again a dwell period. Now when these 4 stages are completed, then only a one complete rotation of cam occurs. One complete rotation or it's 360 degrees. Okay, so starting position നമുക്ക് 0 എന്ന് കൊടുക്കാം, 0 ഡിഗ്രി അല്ലെങ്കിൽ 0 റേഡിയൻസ് എന്ന് കൊടുക്കാം. ഫ്രം ഹിയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഇപ്പം ഇത്ര ലിഫ്റ്റ്, ആദ്യത്തെ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോളോവറിന്റെ ഏറ്റവും താഴത്തെ ലെവലിൽ നിന്ന്, സി ഇഫ് ദിസ് ഈസ് ക്യാം ആൻഡ് ദിസ് ഈസ് ഫോളോവർ, ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ ബോട്ടം പൊസിഷൻ അല്ലേ? ബോട്ടം പൊസിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്
ഇത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ഏറ്റവും മേലെ എത്തണം, മാക്സിമം ഹൈറ്റിൽ എത്തണം അല്ലെ. സോ ഈ ഏറ്റവും താഴത്തെ പോയിന്റ് ഏറ്റവും മേലെ എത്തുമെന്ന് പറഞ്ഞാൽ ഇറ്റ് കവേഴ്സ് ദ ടോട്ടൽ സ്ട്രോക്ക് ലെങ്ത്. കറക്റ്റ് അല്ലെ? അതാണ് അതിന്റെ ലിഫ്റ്റ് അല്ലെ. സോ ഈ മാക്സിമം ലിഫ്റ്റ്, അതായത് ഫസ്റ്റ് എസെന്റ് സംഭവിക്കാൻ certain ഡിഗ്രി റൊട്ടേഷൻ വേണം അല്ലെ. ആ റൊട്ടേഷൻ പീരീഡിന് ഞാൻ ആദ്യത്തെ പാർട്ട് എസെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആ എസെന്റിന് ഐ വിൽ ഡിനോട്ട് ഇറ്റ് യൂസിങ് തീറ്റ എ, തീറ്റ സഫിക്സ് എ. വാട്ട് ഈസ് തീറ്റ എ? ഇറ്റ് ഡിനോട്ട്സ് എസെന്റ്. എസെന്റ് അല്ലെങ്കിൽ ഔട്ട് സ്ട്രോക്ക്. തീറ്റ എ എന്ന് പറയാം, അല്ലെങ്കിൽ എനിക്ക് തീറ്റ ഓ എന്നും കാണിക്കാം. ചില ടെക്സ്റ്റ് ബുക്കിൽ തീറ്റ എ ഉണ്ടാവും, ചില ടെക്സ്റ്റ് ബുക്കിൽ തീറ്റ ഓ ഉണ്ടാവും. ഓ ഫോർ ഔട്ട് സ്ട്രോക്ക് ആണ്, ഔട്ട് സ്ട്രോക്ക് ഓഫ് ക്യാം. സെക്കൻഡ് പീരീഡ് എന്താ? ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞാൽ ദർ ഇസ് എ റെസ്റ്റിംഗ് സ്പേസ് അല്ലെ. ആ റെസ്റ്റിംഗ് സ്പേസിനെ ഞാൻ ഡ്വെൽ പീരീഡ് എന്ന് കാണിക്കും. ഫസ്റ്റ് ഡ്വെൽ സ്റ്റേജ് ആണ്. Now, after the dwell stage, ഏറ്റവും മേലെ എത്തിയിട്ട് ഈ ക്യാം ബാക്കി റൊട്ടേഷൻ നടത്തുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഫോളോവർ? ഇറ്റ് വിൽ ഫോൾ ഡൗൺ നാച്ചുറലി. ആ ഫോൾ ഡൗണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ബി ടേംഡ് ആസ് റിട്ടേൺ സ്ട്രോക്ക്. Now let me symbolize that one using theta A and theta D, അല്ലെങ്കിൽ theta R എന്ന് പറയാം. So theta A or theta O denotes what? Ascent ആണ് അല്ലെ. A for ascent and O for outstroke. Now theta D or theta R, what does this represent? Descent ആണ്, താഴോട്ടേക്കുള്ള വരുത്ത് അല്ലെങ്കിൽ റിട്ടേൺ സ്ട്രോക്ക് ആണ്. Now after the return stroke, previous to the next rise, എന്താണ് ഉണ്ടാവുക? Again a certain dwell period will be there. Correct. So this is the final dwell period. So this completes one complete rotation of the cam. ഇത്രയാകുമ്പോൾ ഒരു 360 degree rotation complete ആവും. According to that, അല്ലെങ്കിൽ according to these outstroke, dwell period, return stroke and all, the follower will execute displacement. ഒരു പൊസിഷൻ നിന്ന് മറ്റേ പൊസിഷനിലേക്ക് അത് പോയിക്കൊണ്ട് നിൽക്കും. Now, what will happen to the displacement when the follower executes uniform velocity? യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്ന ഒരു സാധനത്തിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും? അതായത് യൂണിഫോം വെലോസിറ്റിയിലാണ് അല്ലെ, സ്പീഡ് കൂടുന്നോ കുറയുന്നോ ഒന്നുമില്ല. ഇപ്പം 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിന്റെ വെലോസിറ്റി സ്റ്റാർട്ടിങ്ങിലെങ്കിൽ ഇത് എൻഡ് ചെയ്യുന്നവരെ ഈ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നവരെ എന്താണ് സംഭവിക്കുക? ഇവിടെ എന്താണ് 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരിക്കും വെലോസിറ്റി അല്ലെ. സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റ് വരെ 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ ക്യാം റൊട്ടേഷനും ഈ ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ എന്താ? പ്രൊപ്പോർഷണൽ ആയിരിക്കണം അല്ലെ. ദ വാല്യൂ ഷുഡ് ബി പ്രൊപ്പോർഷണൽ. സോ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് മാക്സിമം ഹൈറ്റിലേക്ക് എത്തുന്ന ഡിസ്പ്ലേസ്മെന്റ് ക്യാം റൊട്ടേഷൻ റിലേഷൻ വിൽ ബി ഓൾവേസ് വാട്ട്? സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണ്ടേ അല്ലെ? കാരണം എന്തുകൊണ്ടാ? പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഇപ്പം 0 ഡിഗ്രിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി അങ്ങനെ എത്ര ഡിഗ്രി വരെയാണോ പോകുന്നത് അത്രയും ഡിഗ്രിയിൽ ഇത് യൂണിഫോം വെലോസിറ്റിയിലാണ് മേലേക്ക് പോകുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് നോട്ട് ബീങ് ഓൾട്ടറിങ്. ഒരു സർട്ടൺ സമയത്ത് പോയി പിന്നെ അവിടെ നിന്നു പിന്നെ മേലേക്ക് പോയി നിന്നു ഇങ്ങനെയൊന്നുമല്ല, യൂണിഫോം എക്സിക്യൂഷൻ ആണ്. സോ ദാറ്റ് വിൽ ബി സ്ട്രെയിറ്റ് ലൈൻ. പിന്നെ അടുത്ത പീരീഡ് ഡ്വെൽ ആണ്. ഡ്വെൽ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? റെസ്റ്റിംഗ് സ്പേസ് ആണ് അല്ലെ. റെസ്റ്റിംഗ് സ്പേസിൽ റെസ്റ്റ് ചെയ്യാണ്, അവിടെ വെലോസിറ്റി ഉണ്ടാവോ? ഇല്ല. സോ ഡ്വെൽ പീരീഡിൽ എന്താ സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് അറ്റ് ദ ഡ്വെൽ പീരീഡ്? ഡ്വെൽ പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു മൈന്യൂട്ട് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ മാത്രമേ ഉള്ളൂ ഡ്വെൽ പീരീഡ്. ദർ ഈസ് നോ മോഷൻ ഓഫ് ഫോളോവർ. ഫോളോവർ മൂവ് ചെയ്യുന്നേ ഇല്ല അല്ലെ. സോ ഫോർ ദ ഡ്വെൽ പീരീഡ് ഇതിന്റെ റിലേഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. വെരി ഗുഡ്, പാരലൽ ആണ്. കാരണം ഡിസ്പ്ലേസ്മെന്റ് ഒക്കർ ചെയ്യുന്നില്ല. ആ സമയത്ത് സർട്ടൺ ഡിഗ്രി മോഷൻ, ക്യാമിന് സർട്ടൺ ഡിഗ്രി മോഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഫോളോവർ എന്താ ചെയ്യുന്നത്? ഫോളോവർ does not move അല്ലെ. ഇറ്റ് റിമെയിൻസ് സ്റ്റാറ്റിക്. ആൻഡ് നെക്സ്റ്റ് ഇത് താഴേക്ക് അല്ലെങ്കിൽ ഔട്ട് സ്ട്രോക്ക് അല്ലെങ്കിൽ റിട്ടേൺ സ്ട്രോക്ക് അല്ലെങ്കിൽ ഡിസെന്റ് സംഭവിക്കുമ്പോൾ അഗെയിൻ റിലേഷൻ എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. കാരണം യൂണിഫോം വെലോസിറ്റിയിലാണ്. വാട്ട് ഐ ആം ടോക്കിംഗ് ഓർ വാട്ട് ഐ ആം റെപ്രസെന്റിംഗ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്, നേച്ചർ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ആൻഡ് ഫൈനൽ സ്റ്റേജ് എന്താ? ഡ്വെൽ ആണ്. ഡ്വെൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ഇത് തന്നെയാണ്. ഇത് 360 ഡിഗ്രി റൊട്ടേഷൻ ആണ്. 360 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ പോവും, അങ്ങനെ പോവും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കിട്ടിയെന്ന് മനസ്സിലായോ?
ഓക്കെ, സോ വാട്ട് ഡസ് ദിസ് ഹൈറ്റ് റെപ്രസെന്റ്? ഈ ഹൈറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? മാക്സിമം സ്ട്രോക്ക് ആണല്ലേ. ദിസ് ഈസ് h ഓർ മാക്സിമം സ്ട്രോക്ക് ആണ്. മാക്സിമം സ്ട്രോക്ക് ലെങ്ത് അല്ലെങ്കിൽ വെറും സ്ട്രോക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ മതി. മാക്സിമം എന്നുള്ള വേർഡ് യൂസ് ചെയ്യണ്ട. സ്ട്രോക്ക് ലെങ്ത് ആണ്, ടോട്ടൽ സ്ട്രോക്ക് ലെങ്ത് ആണ്. ക്ലിയർ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? വാട്ട് ഈസ് തീറ്റ എ? എസെന്റ് ആണ്, ഔട്ട് സ്ട്രോക്ക് ആണ്. നെക്സ്റ്റ് ഡ്വെൽ പീരീഡ് തീറ്റ ഡി എന്താണ്? റിട്ടേൺ സ്ട്രോക്ക് അല്ലെങ്കിൽ ഡിസെന്റ് ആണ്. Then again a dual stage. This completes one complete rotation of cam ആണ്. This is the displacement diagram. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? Yes, sir. Yes, sir. ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണെങ്കിൽ let us look upon the nature of velocity. വെലോസിറ്റിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെ ഉണ്ടാവുക നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. റെപ്രസെന്റേഷൻ ഓഫ് വെലോസിറ്റി എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. സ്റ്റേജസ് നമ്മൾ ഇങ്ങനെ തന്നെ കവർ ചെയ്യുന്നു. ഇത് എസെന്റ്, ഔട്ട് സ്ട്രോക്ക്, ഡ്വെല്ല്, റിട്ടേൺ സ്ട്രോക്ക്, അഗൈൻ ഫൈനൽ ഡ്വെല്ല്. സോ ഇവിടെയും ആപ്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ് വിൽ ഡിനോട്ട് വാട്ട്? ക്യാം റൊട്ടേഷൻ, തീറ്റ വാല്യൂസ് തന്നെയാണ്. ബട്ട് ഇവിടെ വൈ ആക്സിസ് ഓർ ഓർഡിനേറ്റ് എന്താണ്? വെലോസിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ? നൗ ടെൽ മീ, വെലോസിറ്റിന്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? സ്റ്റാർട്ടിംഗ് പൊസിഷന് എന്താ പറയാ, ഇതിങ്ങനെ മൂവ് ചെയ്തോന്ന് നിൽക്കുന്നുണ്ട് അല്ലെ. ക്യാം റൊട്ടേഷൻ ആംഗിൾ ഇങ്ങനെ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, അങ്ങനെ 10 ഡിഗ്രി, 15 ഡിഗ്രി, 20 ഡിഗ്രി ഇങ്ങനെ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് വിൽ ബി ദ കർവ് ഓർ ഗ്രാഫ് പ്ലോട്ടഡ് ഫോർ വെലോസിറ്റി? എങ്ങനെ ഉണ്ടാവുക? ചിന്തിച്ചു പറഞ്ഞ. സമയത്ത് വെലോസിറ്റി കോൺസ്റ്റന്റ്. വെരി ഗുഡ്, കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. അതല്ലേ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. സോ ദിസ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. ഔട്ട് സ്ട്രോക്കിന്റെ സമയത്ത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇനി ഡ്വെൽ സംഭവിക്കും. ഡ്വെൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റെസ്റ്റ് ആണ്. കംപ്ലീറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റി ഇല്ല. ഇറ്റ് ഷുഡ് കം ടു ദ സീറോ ലെവൽ അല്ലെ. സീറോ ലെവലാണ്. ഡ്വെൽ സ്റ്റേജിൽ ഒന്നുമില്ല, സീറോ ആണ്. ദിസ് ഈസ് ദ ലെവൽ ഫോർ സീറോ. സോ ഇവിടെ വെലോസിറ്റി ഇല്ല. നെക്സ്റ്റ് റിട്ടേൺ സ്ട്രോക്കിൽ എന്താണ്? അഗെയിൻ ഫോർ ദ സർട്ടൺ ഡിഗ്രി റൊട്ടേഷൻ. ഇപ്പൊ ഒരു 140 കഴിഞ്ഞിട്ട് 141, 142 അങ്ങനെ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അപ് ടു 150, 130. വാട്ട് എവർ ദ റൊട്ടേഷൻ ഈസ് കവേർഡ് ബൈ ദ ക്യാം, അഗെയിൻ ദ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്. താഴേക്ക് വീഴുന്ന വെലോസിറ്റിയും കോൺസ്റ്റന്റ് ആണ്. സോ അടുത്ത എങ്ങനെയാണ്? ആ ഡ്വെല്ല് കഴിഞ്ഞപ്പാട് ഒരു എക്സ്ട്രീം റൈസ് ഉണ്ടാവണം വെലോസിറ്റിക്ക്. കാരണം ഡ്വെൽ പീരീഡ് കഴിഞ്ഞാൽ സ്ട്രൈറ്റ് അവേ മോഷൻ മൂവ് ചെയ്യാണ് വേണ്ടത്. എക്സ്ട്രീം റൈസ് ഉണ്ട്. ഞാൻ താഴേക്ക് കാണിക്കുന്നതുകൊണ്ട് ഈ വെലോസിറ്റി നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക, ഒരിക്കലും അല്ല. വാട്ട് ഐ എം ഡൂയിങ് ഈസ് മേലോട്ടുള്ളത് ഞാൻ അപ്പർ ഔട്ട് സ്ട്രോക്കും താഴോട്ടുള്ള റിട്ടേൺ സ്ട്രോക്ക് കാണിക്കുന്നതേ ഉള്ളൂ. ദർ ഈസ് നോ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഫോർ ദീസ് വാല്യൂസ്. വെലോസിറ്റിക്ക് നെഗറ്റീവും പോസിറ്റീവും ഇല്ല. മനസ്സിലാവുന്നില്ലേ? ഓക്കെ, സോ ദിസ് ഇവിടെ സീറോ എന്ന് ഈ പൊസിഷനിലേക്കുള്ളത് ഒരു അബ്രപ്റ്റ് റൈസ് ഇൻ വെലോസിറ്റി ആണ് കാണിക്കുന്നത്. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് യൂണിഫോം വെലോസിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിഫോം വെലോസിറ്റിയിലാവും. സോ റെസ്റ്റിലുള്ള ഒരു സാധനം ഒറ്റയടിക്ക് മേലേക്ക് പോകാൻ യൂണിഫോം വെലോസിറ്റി എക്സിക്യൂട്ട് ഉണ്ടെങ്കിൽ എന്താ പറയാ, ചെറിയ ഷോട്ട്, അതായത് വിത്തിൻ 1-2 സെക്കൻഡ് ഓർ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഇത് ഹൈ വെലോസിറ്റിയിൽ എത്തണം. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിഫോം വെലോസിറ്റിന്റെ വാല്യൂ എങ്കിൽ സീറോ, റെസ്റ്റിൽ ഇത് സീറോ ആണ്. സീറോ ഒന്ന് 10 മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആദ്യം എത്തണ്ടേ. സീറോ ഒന്ന് 1 മീറ്റർ പെർ സെക്കൻഡ്, 2 മീറ്റർ പെർ സെക്കൻഡ്, 5 മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെ മെല്ലനെ പോയാൽ അത് ആക്ച്വലി യൂണിഫോം വെലോസിറ്റി അല്ല. വെലോസിറ്റി ഈസ് ഗ്രാജുവലി ഇൻക്രീസിംഗ് ആണല്ലേ. ബട്ട് തിയററ്റിക്കൽ കൺസെപ്റ്റ് ഓഫ് യൂണിഫോം വെലോസിറ്റി എന്താ? 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഓൺലി 10 മീറ്റർ പെർ സെക്കൻഡ്. സോ റെസ്റ്റിലുള്ള ഒരു സാധനം സീറോ ഒന്ന് 10ലേക്ക് എത്തണമെങ്കിൽ ഒരു അബ്രപ്റ്റ് റൈസ് ഉണ്ടാവും. അതാണ് ഇവിടെ വരുന്നത്. അതുപോലെ 10 മീറ്റർ പെർ സെക്കൻഡ് പോകുന്ന സാധനം നിൽക്കണമെങ്കിൽ ഒറ്റയടിക്ക് നിൽക്കണം. അതാണ് കൺസെപ്റ്റ്, തിയററ്റിക്കൽ കൺസെപ്റ്റ്. അല്ലാതെ 10 മെല്ലനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കുറഞ്ഞിട്ടല്ല. സോ അത് അബ്രപ്റ്റ് ആയിട്ട് ഒരു ഫോൾ ആണ്. സെയിം വേ ഔട്ട് സ്ട്രോക്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഡ്വെല്ലിന് ശേഷം അബ്രപ്റ്റ് ആയിട്ട് ഇത് കുത്തോട്ട് വരുന്നത് വെച്ചാൽ നെഗറ്റീവ് അല്ല. ഓക്കെ, ദിസ് ഈസ് ദ റിലേഷൻ ഈസ് ഓൺലി പ്രൊപ്പോർഷണൽ. ആ പ്രൊപ്പോർഷണാലിറ്റി മാത്രമാണ് സ്ട്രേറ്റ് ലൈൻ കൊണ്ട് കാണിക്കുന്നത്. സോ ഡ്യൂറിംഗ് ദ റിട്ടേൺ സ്ട്രോക്ക് ഓൾസോ ദാറ്റ് വെലോസിറ്റി ഷുഡ് ബി കോൺസ്റ്റന്റ്. ആ റിട്ടേൺ സ്ട്രോക്ക് കഴിഞ്ഞപ്പോൾ ഒരു അബ്രപ്റ്റ് ഫോൾ ഉണ്ടാവണം വെലോസിറ്റിയിൽ. വെലോസിറ്റി സീറോയിലേക്ക് വീണ്ടും കുറയണം. എന്നിട്ടാണ് നെക്സ്റ്റ് ഡ്വെൽ പീരീഡ് കവർ ചെയ്യേണ്ടത്. സോ ദിസ് റെപ്രസെന്റ്സ് വെലോസിറ്റി അല്ലെ, അല്ലെങ്കിൽ വി എ വെലോസിറ്റി ഔട്ട് സ്ട്രോക്ക്, അല്ലെങ്കിൽ വി ഒ എന്ന് പറയാം. നമുക്ക് ഈ തീറ്റ എന് പകരം ഞാൻ തീറ്റ ആർ തന്നെ കൊടുക്കാം, തീറ്റ ഒ എന്ന് കൊടുക്കാം ഔട്ട് സ്ട്രോക്ക്. തീറ്റ ഡിക്ക് പകരം ഞാൻ തീറ്റ ആർ എന്ന് കൊടുക്കാം, തീറ്റ റിട്ടേൺ സ്ട്രോക്ക്. സോ ഇത് വി ഒ ആയി വെലോസിറ്റി, മാക്സിമം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി. ഇവിടെ മാക്സിമം വെലോസിറ്റി ഇല്ലല്ലോ. നൗ ദിസ് വാല്യൂ റെപ്രസെന്റ്സ്
വെലോസിറ്റി അറ്റ് വാട്ട് ഡ്യൂറിങ് റിട്ടേൺ സ്ട്രോക്ക് ആണ്, VR ആണ്. ഈ ഫിഗർ ക്ലിയർ ആണോ? ഈസ് ദിസ് ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ നേച്ചർ ഓഫ് ആക്സിലറേഷൻ? ഇവിടെ സംഭവിക്കുന്ന ആക്സിലറേഷന്റെ നേച്ചർ എങ്ങനെയായിരിക്കും പറ. സപ്പോസ് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ അഗെയിൻ ഞാൻ ആക്സിലറേഷനെയും സെയിം വേർ നൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസ് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാണ്? ക്യാം റൊട്ടേഷൻ ആണ്. ആൻഡ് ദ വൈ ആക്സിസ് ഡിനോട്ട്സ് ആക്സിലറേഷൻ. ഇഫ് ദിസ് ഈസ് ആക്സിലറേഷൻ, ഇതിന്റെ നേച്ചർ എങ്ങനെ ഉണ്ടാവുക? ടെൽ മീ. സ്റ്റാർട്ടിങ് 0 ആയിരിക്കില്ല. ആക്സിസ് 0 ആയിരിക്കില്ല. ആലോചിക്ക് വേഗം ആലോചിച്ചിട്ട് പറ. സർ യൂണിഫോം വെലോസിറ്റി അല്ലേ, അപ്പൊ ആക്സലറേഷൻ 0 ആയിരിക്കില്ലേ? Ascending വരെ 0 ആയിരിക്കും. എക്സ് ആക്സിനോട് ചേർന്ന് ആക്സിലറേഷൻ 0 ആണ്. എവിടെ? ഡ്യൂറിങ് ഔട്ട് സ്ട്രോക്ക്, ഡ്യൂറിങ് റിട്ടേൺ സ്ട്രോക്ക് അല്ലെ, അവിടെ ആക്സിലറേഷൻ 0 ആണ്. പക്ഷെ ഈ സ്റ്റേജ് എന്താണ്? 0 എന്ന പൊസിഷനിൽ നിന്ന്, അതായത് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. അതാ ഞാൻ പറഞ്ഞത്. ഇഫ് ഈ യൂണിഫോം വെലോസിറ്റി വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ്, ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായില്ല തോന്നുന്നു. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിഫോം വെലോസിറ്റി എന്ന് ചോദിക്കുക. അതായത് ഇത് റൈസ്, അതായത് ഔട്ട് സ്ട്രോക്കിൽ ഈ ഫോളോവർ ഇങ്ങനെ മേലേക്ക് വരുന്ന 10 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഇവിടുന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ടോട്ടൽ 10 മീറ്റർ പെർ സെക്കൻഡേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടുന്ന് മേലേക്ക് 5 മീറ്റർ പെർ സെക്കൻഡ്, കുറച്ച് കഴിഞ്ഞിട്ട് സ്പീഡ് കൂടി 10ലേക്ക് എത്താം, അങ്ങനെയല്ല. ഇത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ റെസ്റ്റ് ഞാൻ ഇങ്ങനെ വരണം, ഇവിടത്തേക്ക് വരണം. അതായത് റെസ്റ്റ് 0 നിന്ന് ഗ്രാജുവൽ ആയിട്ട് 10 മീറ്റർ പെർ സെക്കൻഡിൽ എത്തുന്നില്ല. 0 മീറ്റർ പെർ സെക്കൻഡ് ഒരൊറ്റയടിക്ക 10 മീറ്റർ പെർ സെക്കൻഡിൽ. ഇത് തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് പറയുന്നത്. ആക്ച്വൽ കേസിൽ ഒരിക്കലും അങ്ങനെ പറ്റില്ല. നമ്മളൊരു ഓട്ടോമൊബൈൽ സ്റ്റാർട്ട് ചെയ്യുന്ന, ഐ ആം സ്റ്റാർട്ടിങ് മൈ വെഹിക്കിൾ, എന്റെ കാർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ. ഈ എഞ്ചിൻ ഇഗ്നിഷൻ നടത്തിയിട്ട് ഞാൻ എന്താ ചെയ്യുക? ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് എനിക്ക് ഒരു ഒറ്റയടിക്ക് സ്പീഡോമീറ്ററിൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ പറ്റുമോ? ഓഡോമീറ്ററിൽ അതിന്റെ സ്പീഡ് 30ലേക്ക് എത്തിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റൂല. പ്രാക്ടിക്കലി ഒരിക്കലും പറ്റില്ല. കാരണം ഐ ഹാവ് ടു ഗ്രാജുവലി ഇൻക്രീസ് ആണല്ലേ. പക്ഷെ ഞാനിപ്പോ ഇവിടെ വരക്കുന്നത് ബൈ തിയറി എന്താണ് യൂണിഫോം വെലോസിറ്റി. സോ ഫ്രം റെസ്റ്റ്, ഇഫ് ദർ ഹാസ് ടു ബി ആൻ അബ്രപ്റ്റ് ഇൻക്രീസ് ഇൻ വെലോസിറ്റി, അവിടെ ഉണ്ടാകുന്ന ഒരു സാധനത്തിന് 0 നിന്ന് 10 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്താനുള്ള വെലോസിറ്റി ചേഞ്ച്, ഇഫ് ഇറ്റ് ഹാസ് ടു ഹാവ് ദാറ്റ് വെലോസിറ്റി ചേഞ്ച്, അവിടെ സംഭവിക്കും. ഞാൻ മാക്സിമം ആക്സിലറേഷൻ കൊടുക്കണ്ടേ? ഫുൾ ആക്സിലറേഷൻ കൊടുത്താലേ ആ സ്പീഡിലേക്ക് എത്താൻ പറ്റും അല്ലേ? അല്ലേ? സോ എന്റെ വെലോസിറ്റി ഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യത്തത് ഈ സ്റ്റേജ്, ഞാൻ ഔട്ട് സ്ട്രോക്ക് തുടങ്ങുന്ന സ്റ്റേജിന് എന്റെ ആക്സിലറേഷൻ ഇൻഫിനിറ്റ് ആയിരിക്കും. പിന്നീട് ഔട്ട് സ്ട്രോക്കിന്റെ സമയത്ത് എന്താണ്? ആക്സിലറേഷൻ 0 ആണ്. 0 കാരണം എന്താ? യൂണിഫോം വെലോസിറ്റിയാ. വെലോസിറ്റി യൂണിഫോം ആണ്, അവിടെ ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുന്നില്ല, ആക്സിലറേറ്ററിൽ കാല് വെക്കുന്നില്ല. ഇനി അത് കഴിഞ്ഞു ഫസ്റ്റ് ഡ്വെൽ പീരീഡിലേക്ക് സംഭവിക്കുന്ന എന്താ? വെലോസിറ്റി 0ലേക്ക് ഫോളോ ചെയ്യുന്ന 10 മീറ്റർ പെർ സെക്കൻഡ് ഒരൊറ്റയടിക്ക് 0 ആണെങ്കിൽ ബൈ തിയറി 0 ആണ്. സോ ഞാൻ 60 കിലോമീറ്റർ പെർ അവറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്യണം. സഡൻ ബ്രേക്ക് ചവിട്ടിയാൽ പോലും ഞാൻ ചെറിയൊരു ഡ്രാഗ് നിരങ്ങിയിട്ടല്ലേ നിൽക്കും, ഒറ്റയടിക്ക് 0യിൽ വീഴൂലല്ലോ. സോ അവിടെ ഉണ്ടാവുന്ന റിട്ടാർഡേഷൻ അല്ലെ ആക്സിലറേഷൻ, അത് എഗെയിൻ ഇൻഫിനിറ്റി ആണ്. ഇതേ ഇൻഫിനിറ്റി സ്റ്റേജിലുള്ള ആക്സിലറേഷനിലാണ് അടുത്ത ഫസ്റ്റ് ഡ്വെല്ല് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പീരീഡിന്റെ സ്റ്റാർട്ടിങ്, അതും ഇൻഫിനിറ്റി. വീണ്ടും ഡ്യൂറിങ് റിട്ടേൺ സ്ട്രോക്ക് എന്താണ്? യൂണിഫോം വെലോസിറ്റി ആണ്. സോ ആക്സിലറേഷൻ 0 ആണ്. 0 ആക്സിലറേഷൻ ഇല്ല. ഇതാണ് ആക്സിലറേഷന്റെ ലൈൻ. ആൻഡ് അവസാനത്തെ സ്റ്റേജിലോ വീണ്ടും അത് ഇൻഫിനിറ്റിയിൽ എത്തണം. കാരണം എന്തുകൊണ്ടാ? ഒറ്റയടിക്ക് ഇത്രയും വെലോസിറ്റിന്ന് 0യിലേക്ക് എത്തിക്കണം. അങ്ങനെ ഇത്രയും വെലോസിറ്റിന്ന് ഒരൊറ്റയടിക്ക് 0യിലേക്ക് വെലോസിറ്റി കൊണ്ടുവരണമെങ്കിൽ ഞാൻ അത്ര ഹൈ ആപ്ലിക്കേഷൻ ഓഫ് ബ്രേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അത്രയും ഡീസലറേഷൻ നടത്തണം. ദാറ്റ് വാല്യൂ ഓഫ് ഡീസലറേഷൻ ഷുഡ് ബി ഓൾവേസ് റീച്ചിങ് ഇൻഫിനിറ്റി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സോ ഈ 4 സ്റ്റേജിൽ, അതായത് ഫോർ ഓരോ വാട്ട് എവർ ബി ദ നേച്ചർ ഓഫ് മോഷൻ എക്സിക്യൂട്ടഡ് ബൈ ദ ഫോളോവർ, ആ നേച്ചർ ഓഫ് മോഷൻ എന്തൊക്കെയായിരുന്നു? യൂണിഫോം വെലോസിറ്റി, യൂണിഫോം സിമ്പിൾ ഹാർമോണിക്, യൂണിഫോം ആക്സിലറേഷൻ, റിട്ടാർഡേഷൻ, സൈക്ലോയിഡൽ. ഫോർ എവറി കേസ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ദീസ് 3 ഫിഗേഴ്സ്. ഓരോ കേസിനും സെപ്പറേറ്റ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം, വെലോസിറ്റി ഡയഗ്രാം ആൻഡ് ആക്സിലറേഷൻ ഡയഗ്രാം ഉണ്ടാവും. ക്ലിയർ? ഇതിൽ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ആണ് നമുക്ക് ക്യാം പ്രൊഫൈൽ വരക്കാൻ യൂസ് ചെയ്യേണ്ടത്. ബട്ട് ഫോർ കാൽക്കുലേഷൻ, മാക്സിമം ആക്സിലറേഷൻ, മാക്സിമം വെലോസിറ്റി, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ യു ഹാവ് ടു
you require the help of velocity and acceleration ആയിരുന്നു. നിങ്ങളോട് ഇതാണ് ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ. ഇപ്പൊ സിമ്പിൾ ഹാർമോണിക്കിന്റെ കേസ് ആണെങ്കിൽ ഇത് യൂണിഫോം വെലോസിറ്റി ആണ്. സിമ്പിൾ ഹാർമോണിക്കിന്റെ കേസ് ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ മാക്സിമം ആക്സിലറേഷൻ വെൻ ദ ഫോളോവർ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് ചോദിച്ചാൽ ആ ഡെറിവേഷൻ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഹാവ് ദി ഹെൽപ്പ് ഓഫ് റിക്വയർ ദി ഹെൽപ്പ് ഓഫ് ദീസ് ഫിഗേഴ്സ്. സോ ഈ ഫിഗർ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഞാനിപ്പം വരച്ച എന്താണ് ഐഡിയൽ ഫിഗേഴ്സ് ഫോർ ഫോളോവർ എക്സിക്യൂട്ടിംഗ് യൂണിഫോം വെലോസിറ്റി. ടൈം കഴിഞ്ഞോ? ഇല്ലല്ലോ അല്ലെ? ഐഡിയൽ കേസ്, ഐഡിയൽ ഫിഗേഴ്സ് ഫോർ ഫോളോവർ എക്സിക്യൂട്ടിംഗ് യൂണിഫോം വെലോസിറ്റി. ആക്ച്വൽ ഫിഗർ ഒരിക്കലും ഇങ്ങനെയല്ല. കാരണം ഒരിക്കലും എനിക്ക് ഒറ്റയടിക്ക്, അതായത് 0 എന്ന് ഒറ്റയടിക്ക് എനിക്ക് ഈ യൂണിഫോമിറ്റി കൊണ്ടുവരാൻ പറ്റൂല. ഇത് ഗ്രാജുവൽ ഇൻക്രീസ് അല്ല കാണിക്കുന്നത്. ആ കൺസെപ്റ്റേ പാടില്ലേ. ഇത്ര ഡിഗ്രി പോകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇത്ര, ഇത്ര ഡിഗ്രി പോകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇത്ര, ഇത്ര ഡിഗ്രി പോകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇത്ര. ആ വാല്യൂ ആണ് ഓരോന്നോരോന്നായിട്ട് പ്ലോട്ട് ചെയ്ത് കിട്ടുന്നത്. യൂണിഫോമിറ്റി ആണ്. സോ എനിക്ക് ഒരിക്കലും ആക്ച്വൽ കേസിൽ ഐ കൻ നെവർ ഇൻക്രീസ് മൈ വെലോസിറ്റി. ഇപ്പൊ 0, അതായത് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് നൗ ഇറ്റ് ഇസ് 0 seconds. 1 second ആകുമ്പോഴേക്കും ഐ കൻ നെവർ റീച്ച് മൈ ഗിവൺ 10 meter/second അല്ലെ? ഒരിക്കലും പറ്റില്ല. കാരണം എന്താ, 10 meter/second എത്തണ്ടെങ്കിൽ എനിക്ക് കവർ ചെയ്യണം 1 meter/second, 2 meter/second, 3 meter/second, 4 meter/second, അല്ലെങ്കിൽ 0.1 meter/second, 0.2, ഇതൊക്കെ കവർ ചെയ്തിട്ടാണ് ഐ ഹാവ് ടു റീച്ച് 10 meter/second. സോ ദാറ്റ് വിൽ റിക്വയർ ടൈം. അത് എത്ര കുറച്ച് ടൈം ആയാലും ടൈം റിക്വയർ ചെയ്യും ഇല്ലേ? സോ ഒരിക്കലും എനിക്ക് ആക്ച്വൽ കേസിൽ ഐ കൻ നെവർ ഷോ ദ ഡയഗ്രാം ലൈക്ക് ദിസ്. ഇത് ഒരിക്കലും പോസിബിൾ അല്ല ഇങ്ങനെ കാണിക്കുക എന്നുള്ളത്. ദിസ് ഈസ് ദ ഐഡിയൽ ഫിഗേഴ്സ് ഫോർ യൂണിഫോം വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. ഐഡിയൽ ഫിഗറെ നിങ്ങൾ വരക്കേണ്ട ആവശ്യമുള്ളൂ. ഇഫ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ വന്നാൽ യു ഹാവ് ടു ഡ്രോ ദ ഐഡിയൽ ഫിഗേഴ്സ് ഓൺലി. ബട്ട് ആക്ച്വൽ ഫിഗർ എന്താന്നുള്ളത് ടൈം തീരാനായി. ആക്ച്വൽ ഫിഗർ എങ്ങനെയാ വരിക എന്നുള്ളത് ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു ടുമാറോ. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ ഐ വിൽ എക്സ്പ്ലെയിൻ ഇതിന്റെ ആക്ച്വൽ ഫിഗർ എങ്ങനെയാ വരും എന്നുള്ളത്. ഓക്കെ, ദെൻ വി വിൽ സ്ട്രേറ്റ് അവേ ജംപ് ഇൻ ടു ദ ന്യൂമറിക്കൽ റിലേറ്റഡ് ടു യൂണിഫോം വെലോസിറ്റി കേസ്. അണ്ടർസ്റ്റുഡ്? ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. I'll do one thing. ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് കൊടുക്കാം. ഓക്കെ, ആരും പോവല്ല.